മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് സൗബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് തന്നെ സൗബാൻ ഉള്ളിൽ എന്തെല്ലാമോ നൊമ്പരങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്നതായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നി. പ്രവാചകൻ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എന്തുപറ്റി സൗബാനെ? ഇപ്പം ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ വേദനകളോ അസ്വസ്ഥതപ്പെടുത്തുന്ന ദുഃഖങ്ങളോ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാതെ പോയ സങ്കടങ്ങളോ ഒന്നുമല്ല. സൗബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൗനനൊമ്പരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാകുമോ എന്ന ആത്മവിശകലനം നടത്താനാണ് ഈ ചരിത്രം കൊണ്ട് ആരംഭിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാനിപ്പോൾ അങ്ങയുടെ സദസ്സിലാണ്. എനിക്ക് ആവശ്യമുണ്ടാകുമ്പോഴൊക്കെ അങ്ങയെ കാണാം, അങ്ങയുടെ അടുത്തിരിക്കാം, അങ്ങയെ സ്പർശിക്കാം, അങ്ങയുമായി സഹവസിക്കാം. ഇനി നാളെ ഞാൻ മരിക്കും, അങ്ങൊന്നും മരിച്ചു പോകും, അങ്ങൊന്നും വഫാത്തായി പോകും. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ അങ്ങ് അമ്പിയാക്കളുടെയും അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠരായ ആളുകളുടെയൊക്കെ കൂടിയായിരിക്കും. അങ്ങയെ കാണാനും അരികത്തിരിക്കാനും സ്പർശിക്കാനുമൊക്കെ എനിക്ക് കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് സഹിച്ചില്ല. അതാണ് നബി എൻ്റെ വിഷമം. പ്രവാചകൻ ഏതാനും സെക്കൻഡുകൾ മൗനം പാലിച്ചു. പ്രവാചകന്റെ നെറ്റിത്തടം വിയർക്കുന്നത് സ്വഹാബത്ത് കണ്ടു. പ്രവാചകന്റെ മുഖം തുടുക്കുന്നതും വിവർണമാകുന്നതും അവർ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആനിലെ അസംഖ്യം വചനങ്ങളുടെ അവതരണത്തിന് സാക്ഷിയായ മദീനയിലെ ആ സദസ്സ് ജിബ്രീലിന്റെ ആഗമനം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖഭാവത്തിലെ വ്യതിയാനങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞു. പതിയെ പ്രവാചകന്റെ ചുണ്ട് ഇങ്ങനെ ചലിച്ചു, ഇങ്ങനെ ഉച്ചരിച്ചു, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കുകയാണെങ്കിൽ, ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവർ അല്ലാഹു അനുഗ്രഹിച്ച അമ്പിയാക്കൾക്കും സുദ്ദീഖുകൾക്കും ശുഹദാക്കൾക്കും സ്വാലിഹികൾക്കും ഒപ്പം സ്വർഗത്തിലായിരിക്കും. വഹസുന ഉലൈക റഫീഖ, എന്തൊരു മനോഹരമായ കൂട്ടുകെട്ടാണത് എന്നാണ് ഖുർആന്റെ വചനം. ഒരു കാർമേഘം നീങ്ങിയ ആകാശം പോലെ കാർമേഘ കീറുകളിൽ നിന്ന് സൂര്യപ്രകാശം പൊഴിഞ്ഞു വീഴും പോലെ അന്ന് സൗബാന്റെ മുഖത്ത് സന്തോഷം വിടർന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്നത്, നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മെ അതിയായി സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി കണ്ണീർ നിറച്ച, നമുക്ക് വേണ്ടി സങ്കടപ്പെട്ട, നമുക്ക് വേണ്ടി ആഗ്രഹിച്ച, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്ന, ഇനിയും പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ അരികത്തിരിക്കാൻ എന്തൊക്കെയാണ് വഴികൾ എന്നതാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു, നമ്മളെ പ്രവാചകൻ കാണാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാത്തിന്റെ അരികിൽ നിന്ന് ഓരോ ഉമ്മത്തിൽ ഓരോ വ്യക്തിക്കും വേണ്ടി സല്യം സല്യം, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അവർക്ക് അല്ലാഹു ഉറപ്പായും ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞ ദഅവ മുസ്തജാബ, അത് മറ്റമ്പിയാക്കളൊക്കെ ഭൂമിയിൽ നിന്ന് തന്നെ ഉപയോഗിച്ചെങ്കിലും ലോകാനുഗ്രഹിയായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരലോകത്തേക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, ഉമ്മത്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. തൻ്റെ മുന്നിൽ പിടഞ്ഞു വീണ, തന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, കൂടെ നിന്നതിൻ്റെ പേരിൽ പിടഞ്ഞു വീണ പ്രവാചകന്റെ സ്വഹാബത്ത് ഉണ്ടായിട്ടും അവർക്ക് വേണ്ടി പോലും ഉപയോഗിക്കാത്ത പ്രാർത്ഥന നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, ഉമ്മത്തിന് മൊത്തം വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ദീർഘമായ സമയം സുജൂദിൽ കിടന്ന് അല്ലാഹുവോട് പറഞ്ഞിട്ടാണ് ഈ മഹ്ശറയിലെ ദുരന്തപൂർണമായ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടുന്ന, അതിൽ നിന്ന് മോചനം നേടുന്ന നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നത് എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. അങ്ങനെ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി കണ്ണു നനക്കുകയും ഒക്കെ ചെയ്ത ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കാനും ചേരാനുമുള്ള വഴികളാണ് നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമ്മൾ എപ്പോൾ അവസാനിക്കുമെന്നത് നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ആക്സിഡൻറ്റിൽ പെട്ടു.
അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ വണ്ടി കയറി ഇറങ്ങി. അവസാനം ബോഡി ഒരു പ്ലൈവുഡിന്റെ തടിയിലേക്ക് എടുത്തു വെച്ച് അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ആളുകൾ ആ ബോഡി കൊടുത്തത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൂട്ടി രോഗസന്ദർശനത്തിന് വേണ്ടി പുറപ്പെട്ടതാണ്. നമ്മളും കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ഒത്തുകൂടിയിരുന്നു 2 മാസത്തെ പ്ലാനിങ്ങുകൾക്ക് വേണ്ടി. ഈ പള്ളിയിൽ സ്ഥിരമായി ഇടപെടുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ ഉള്ളൊരു പരിപാടി കഴിഞ്ഞാണ് പോരുന്നത്. അപ്പോൾ ആ പരിപാടി വേണമെങ്കിൽ ഇങ്ങനൊരു കാര്യം എനിക്കുണ്ട്, രോഗസന്ദർശനം ഉണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കും. പക്ഷേ അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞൊരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം അതിൽ പങ്കെടുത്തതിൻ്റെ ശേഷമാണ് പോരുന്നത്. മനസ്സിലായില്ലേ? ഞാൻ പറയണത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ചെറിയ ഒരു തൊലി പോലും ഒന്ന് മാറി ഒരിറ്റി ചോര വീഴാതെ ആ ഭാര്യ സംരക്ഷിക്കപ്പെട്ടു. അദ്ദേഹം അവിടെ അവസാനിച്ചു. ആർക്കും ഒരു ഡോക്ടറെ അടുത്ത് പോലും കൊണ്ടുപോകേണ്ടി വന്നില്ല. നേരെ പോസ്റ്റ്മോർട്ടം കിട്ടുന്ന ആശുപത്രിക്ക് അവരങ്ങോട്ട് എത്തിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെ ഗൗരവതരമായ ചിന്തകൾ വേണം. വളരെ ഗൗരവതരമായ ചിന്തകൾ വേണം. എനിക്ക് വളരെ അടുത്തറിയുന്ന എൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ട് അന്ന് ജനാസി പോകാൻ പറ്റില്ല. അടുത്ത ദിവസം ഞാൻ എൻ്റെ കുടുംബിനെയും കൂട്ടി അവിടെ ചെന്നപ്പോൾ, അങ്ങനെ പോകാൻ ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താ അറിയോ, അവൾ ഡബിൾ ഓക്കെ ആണെന്നാണ്. കാരണം അയാൾ ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു, അയാളുടെ ട്യൂമർ ആയിരുന്നു, അയാളുടെ മരണത്തെക്കുറിച്ചുള്ള മെഡിക്കൽ ധാരണകളുണ്ട്. അതുകൊണ്ട് ഭാര്യയൊക്കെ പ്രിപ്പയർ ചെയ്തു. ഭാര്യയുടെ വരുമാന മാർഗം, മക്കളെ വളർത്തൽ, എല്ലാ കാര്യവും ഒരുക്കി കംപ്ലീറ്റ് തയ്യാറാക്കി ഒക്കെ റെഡിയാക്കി അദ്ദേഹം മരണത്തിന് ഇങ്ങനെ കടന്നു കൊടുക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പറയാനും നിർവഹിക്കാനും ഒക്കെ ബാക്കിയുണ്ട്. പലരോടും പലതും ഓർമ്മിപ്പിക്കാനുണ്ട്, പലരോടും പലതും ചെയ്യാൻ പറയാനുണ്ട്, ഒക്കെയുണ്ട്. എങ്കിൽ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഒരു വട്ടം പോലും കണ്ടിട്ടില്ല. അപ്പോൾ പ്രവാചകന്റെ ശരീരവർണ്ണനകൾ ഹദീസിലുണ്ട്. അത് കേട്ടാൽ തന്നെ നമുക്ക് കാണാൻ കൊതിയായി പോകും. ലോകത്തെ ഏറ്റവും സുന്ദരന്മാരായ 2 ആളുകളൊന്ന് യൂസുഫ് അലൈഹിസ്സലാമയും 2 മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണെന്നാണ്. എന്തിൻ്റെയൊക്കെ പേരിലാണെങ്കിലും നമ്മൾ ഹൃദയത്തിൽ സ്റ്റാറ്റസ് വെക്കുക പ്രവാചകനെയാണ്. സ്റ്റാറ്റസ് വെക്കുന്നത് ഒന്ന് സൗന്ദര്യത്തിന്റെ പേരിൽ അല്ലെ. സൗന്ദര്യത്തിന്റെ പേരിലാണെങ്കിൽ പ്രവാചകനോളം സുന്ദരനായ ഒരാളും മനുഷ്യ ചരിത്രത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാമി അല്ലാതെ ഇല്ല എന്നാണ്. അത്രയും ആ ഹദീസുകൾ വായിച്ച് നമുക്ക് മനസ്സിലാകും. 2, ഒരാളുടെ പ്രസിദ്ധിയുടെ പേരിലാണെങ്കിൽ മനുഷ്യ ചരിത്രം ഒരു സെക്കൻഡിൽ പോലും ആ പേര് കേൾക്കാതെ പോകുന്നില്ല. ബാങ്കുലികൾ മുഴങ്ങുമ്പോൾ, നിസ്കരിക്കുമ്പോൾ ലോകത്തെ ഒരു ക്ലോക്ക് വൈസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ പ്രവാചക ശബ്ദം മുഴങ്ങാത്തൊരു നിമിഷം പോലുമില്ല. ഇനി സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും പേരിലാണെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ ഇത്രയും വലിയ വിട്ടുവീഴ്ചയുടെയും മാപ്പിന്റെയും മഹാചരിതം എഴുതിയ ഒരാളുമില്ല. ഇനി അനാഥർക്കും അഗതികൾക്കും പാവപ്പെട്ടവർക്കും വേദന അനുഭവിക്കുന്നവർക്കും ഒപ്പം നിന്നതാണെങ്കിൽ, അനാഥർക്കും അഗതികൾക്കും പാവപ്പെട്ടവർക്കും സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും ഒക്കെ വേണ്ടി ഇത്ര സംസാരിച്ച ഒരു പ്രവാചകനെ, ഒരു വ്യക്തിയെ മനുഷ്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്തിൻ്റെയൊക്കെ പേരിലാണെങ്കിലും നമുക്ക് ഏറ്റവും സ്നേഹിക്കാനുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ പ്രവാചകന്റെ അരികത്തിരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? ആയത്തിൽ ഞാൻ പറഞ്ഞു, അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുക. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അള്ളാഹു റസൂൽ എന്താണോ പറഞ്ഞത് അത് അനുസരിക്കുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റൂ. യുഹ്ബിബുക്കുമുല്ലാഹ്. അപ്പൊ നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടും. യഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളെ പാപം നിങ്ങൾക്ക് പുറത്തു തരും. മാത്രല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലുനൽ ജന്ന ഇല്ലാ മൻ അബാ. എന്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗത്തിലാണ്, വിസമ്മതിച്ചവർ ഒഴികെ. അപ്പൊ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൻ യഅബ, ആരാണ് വിസമ്മതിച്ചവൻ? മൻ അതഅനി ദഖൽ ജന്ന, എന്നെ അനുസരിച്ചവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസ്വാനി ഫഖദ് അബാ, എന്നെ വിസമ്മതിച്ചവൻ എന്ന് പറയുന്നത് എന്നെ ധിക്കരിച്ചവനാണ്. അപ്പോ ഇത് ശരിയാവിധം മനസ്സിലാക്കണമെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും ശരിക്ക് പഠിക്കണ ഒരു അവസ്ഥ വേണം. എല്ലാ കാര്യങ്ങളും സ്വീകരിക്കേണ്ടത് ജീവിതത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലാകണം. എല്ലാ കാര്യവും സ്വീകരിക്കണം, എല്ലാ കാര്യവും നടപ്പിലാക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ സേഫായിരിക്കും, വളരെ സുരക്ഷിതരായിരിക്കും. ഒരു കെണിയിലും യഥാർത്ഥത്തിൽ പോയി പെടൂല. 100% ജീവിതത്തിലെ എല്ലാ വ്യവഹാരങ്ങളെയും, മതം എന്നത് കേവലം അനുഷ്ഠാനങ്ങളിലേക്ക് ചുരുക്കപ്പെട്ട ഒന്നല്ല.
മതം എന്നത് കേവലം മന്ത്രധ്വനികളിലേക്ക് പരിമിതപ്പെടുത്തപ്പെട്ട ഒന്നല്ല. മതം എന്നത് സമഗ്രമായ ജീവിതത്തിന്റെ സർവ മേഖലകളിലും നിലനിൽക്കേണ്ട ഒന്നാണ്. എവിടെയുണ്ട്, എന്തിലുണ്ട് മതം, അല്ലേ? ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പം പ്രളയം ഉണ്ടായപ്പോ മനുഷ്യരുടെ ശരീരം മറവ് ചെയ്യാണ്. മറവ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ മസ്അലകൾ പണ്ടേ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നും ചർച്ച ചെയ്യാതിരുന്നിട്ടില്ല. എല്ലാം വളരെ ക്ലിയറായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവസാനം നിങ്ങൾ നോക്ക്, ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഒരു രീതിയാണ് തിരിച്ചറിയാത്ത മയ്യത്തുകളുടെ കാര്യത്തിലൊക്കെ എടുക്കുന്നത്. ജാതി മതം നോക്കാതെ എല്ലാവരും മണ്ണിൽ വെക്കുക എന്നുള്ളതാണ്. ഇവിടെ അല്ലാത്ത വഴികളൊക്കെ ഉണ്ടല്ലോ. അവസാനം മനുഷ്യനെത്തുന്ന പരിഹാരം തീർച്ചയായും അതുതന്നെയാണ്. അപ്പോ ജീവിതത്തിന്റെ ഏത് മേഖലയിലും, നമ്മൾ കടന്നു പോകുന്ന ഏത് മേഖലയിലും നമുക്ക് മതപരമായ ഒരു കാര്യമുണ്ട്, മതപരമായ ഒരു സ്റ്റാൻഡുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു ഓൺലൈൻ യോഗത്തിന് സാക്ഷിയായി. ഈ ഓൺലൈൻ യോഗത്തിന്റെ പ്രത്യേകത, അതിലൊരു പീഡിയാട്രീഷ്യൻ ഉണ്ടായിരുന്നു, അതിലൊരു ജനറൽ മെഡിസിൻ ഡോക്ടർ ഉണ്ടായിരുന്നു, അതിലൊരു സർജൻ ഉണ്ടായിരുന്നു, അതിലൊരു ക്രിട്ടിക്കൽ കെയറിലെ ഒരാളുണ്ടായിരുന്നു, മത പണ്ഡിതന്മാരായ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നു. എന്താണ് പ്രശ്നം? ജനിച്ച ഉടനെ വെന്റിലേറ്ററിലാക്കപ്പെട്ട ഒരു കുട്ടി, ആ കുട്ടിയുടെ ഓരോ ദിവസത്തെ വെന്റിലേഷനും വലിയ തുക ആവശ്യമുണ്ട്. ആ കുട്ടി തിരിച്ചു വരൂല എന്നുള്ളത് മെഡിക്കലി ധാരണ ഉള്ളൊരു കാര്യമാണ്. പക്ഷെ ആ കുട്ടിയുടെ ഉപ്പ പ്രവാസി ആയതുകൊണ്ട് അയാൾ തിരിച്ചെത്തുന്നത് വരെയുള്ള ഒരു സമയം വെന്റിലേഷനിലേക്ക് ഇട്ടതാണ്. അപ്പൊ ആ വെന്റിലേറ്റർ ഊരുന്നത് സംബന്ധിച്ച് ഡോക്ടർമാർ പറഞ്ഞു വെന്റിലേറ്റർ ഊരാണ്, പക്ഷെ ജീവനുള്ള ഒന്നിൻ്റെതാണ് ഊരുന്നത്. അപ്പൊ അതിനൊരു മതമുണ്ട്, അങ്ങനെ ഊരാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കും അങ്ങനെ. ആ ചെറുപ്പക്കാരൻ, അയാളൊരു പ്രൊഫഷണലാണ്, ഒരു എഞ്ചിനീയർ ആണ്. അയാൾ വിളിച്ചിങ്ങനെ സംശയം ചോദിച്ചു. അപ്പൊ ഒറ്റവാചകത്തിൽ നമുക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ മതപരമായി ആഴത്തിൽ പഠിച്ച ഇത്തരം വിഷയങ്ങളിലൊക്കെ നല്ല ധാരണയുള്ള ഒരു പണ്ഡിതനോട് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, ഈ ഇന്ന വിഭാഗത്തിൽ ഡോക്ടർമാരുടെ ഒരു ഇതുകൂടി കിട്ടണം. അപ്പൊ മതത്തെ സൂക്ഷിക്കുന്ന അയാൾക്കൊരു കുറ്റബോധം അല്ലാതെ അത് ഊരാ. പക്ഷെ അപ്പം എന്ത് ചെയ്തു? അവസാനം എത്തിപ്പെട്ട ഒരു ധാരണ എന്താ അറിയുക? അത് റിലീസ് ചെയ്ത് കൊടുക്കുക. റിലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ശ്വാസം നിലക്കും. ആ ഒരു നിലക്കണം. അപ്പൊ റിലീസ് ചെയ്ത് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ശ്വാസം നിലച്ചു. അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലൊരു സംഭവം ഉണ്ടാവും. എന്താണ്? എൻ്റെ കുട്ടി ജീവിക്കുമായിരുന്നോ? ഞാൻ പൈസ വിചാരിച്ചിട്ടാണോ എൻ്റെ കുഞ്ഞിനെ, വലിയ പൈസ കൊടുക്കേണ്ടിയിരുന്നു വിചാരിച്ചിട്ടാണോ? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. 100% ദീനിന്റെ വഴിയിൽ ചിന്തിച്ചത് പൂർത്തീകരിച്ചപ്പോൾ ഒരു പ്രശ്നമല്ല. നിങ്ങൾ നോക്കുമ്പോൾ വലിയ ബിസിനസ്സിൽ കോടികളൊക്കെ കടത്തിൽ കൊടുക്കണ മനുഷ്യന്മാരെ കാണലുണ്ട് നമ്മൾ. ഒരിക്കലും കടത്തു കൊടുങ്ങൂല കോടികൾ. അതിന്റെ 100% ഇസ്ലാം നിഷ്കർഷിക്കുന്ന വഴികളിലൂടെയാണ് പോണതെങ്കിൽ എന്താ കാര്യം? ഏത് കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യമാണ് ഷൂറ, ചർച്ച വേണം. നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങണം, കൃത്യമായ ചർച്ച നടത്തി അതിന്റെ സാധ്യതകളൊക്കെ പഠിച്ചിട്ടേ തുടങ്ങുള്ളൂ. അപ്പൊ ആ കച്ചവടത്തിന്റെ വഴികളിലൂടെ പോയ ആളുകളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് പോണോ വേണ്ടതെന്ന് മനസ്സിലാവും. ഇനി 2, നമുക്കൊരിക്കലും തീർക്കാൻ കഴിയാത്തത്ര കടം ഒരു കാരണവശാലും ഒരു വിശ്വാസി വാങ്ങാൻ പാടില്ല. കാരണം വീട്ടാൻ ഉദ്ദേശിക്കാത്ത കടം വാങ്ങുന്നവനെ സാധ്യമാകാത്ത കടം, വീട്ടാൻ ഉദ്ദേശിക്കാത്ത കടം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഒരിക്കലും വീട്ടാൻ സാധിക്കൂല എന്ന് ഉറപ്പുള്ളൊരു കടം വാങ്ങുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സോഴ്സും അതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം, എൻ്റെ മസ്തിഷ്കം എടുത്ത് വിറ്റിട്ടാണ്, തലച്ചോറെടുത്ത് വിറ്റിട്ടാണെങ്കിലും വീടും. അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ, അങ്ങനൊന്നുമില്ല. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് എന്ന് വിചാരിക്കണതല്ലാത്തൊരു കടത്തേക്ക് നമ്മൾ പോകുമോ? ഇല്ല. അപ്പൊ നടന്നിട്ടില്ലെങ്കിലോ? നടക്കണ്ട. ദുനിയാവിൽ എനിക്ക് ഇത്ര വിധിച്ചിട്ടുള്ളൂ എന്നുള്ളിടത്ത് അയാൾ എത്തും, അയാൾ സംതൃപ്തനായിരിക്കും, അയാൾ പലിശയ്ക്ക് പോകില്ല. അപ്പൊ ഏതെടുത്താലും 100% മതം അത്ര ക്ലാരിറ്റിയിൽ ഏത് വിഷയങ്ങൾ പറഞ്ഞോ, മതം അത്ര സുന്ദരമായി അതിനൊക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ അന്വേഷിച്ച് എത്തിയിട്ടുണ്ടാവില്ല, എത്താത്ത ഒന്നുമില്ല. എല്ലാ മേഖലയിലും വളരെ കൃത്യമായ, നമ്മൾ ശരിക്ക് അഭിമാന പുളകിതരാകേണ്ട ഒരു സാധനമാണ് ഞാനൊരു വിശ്വാസിയായി ജനിച്ചല്ലോ എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് നൽകിയ ആ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൽ അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രവാചക തിരുമേനിയുടെ കൂടെ സ്വർഗത്തിൽ ചേരാനുള്ള ഒന്നാമത്തെ വഴി. ഇനി 2ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അനുസരിക്കുക എന്നുള്ളതിന്റെ കൂടെ തന്നെ പ്രവാചകനെ സ്നേഹിക്കുക. നോക്കൂ, നിങ്ങൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്നുണ്ട്. ഉമറുൽ ഖത്താബ് റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഇഷ്ടം അങ്ങോട്ട് കൂടിയിട്ട് പറയുന്നുണ്ട്, നബിയെ എനിക്ക് എൻ്റെ സ്വന്തം ജീവൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങാണ്. അവിടെ പ്രവാചകൻ തിരുത്തുന്നുണ്ട്, പ്രവാചകൻ എന്ന നിലക്ക് നിന്റെ ജീവനേക്കാളും നീ എന്നെ സ്നേഹിക്കണം ഉമറേ.
നീ എന്നെ സ്നേഹിക്കണം ഉമറെ. അപ്പൊ നമ്മുടെ ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ അവിടേക്ക് ഉയർന്നിട്ടുണ്ടോ? അവിടേക്ക് ഉയർന്നവർക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്ത അരികത്തിരിക്കലും സ്വർഗമൊക്കെ ഉള്ളത്. അതെപ്പോഴാണ് എത്തുക? പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതെത്തും. ഉഹദ് മലയുടെ മുകളിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും പ്രവാചകനും നിൽക്കുകയാണ്. അപ്പൊ ഉഹദ് മല ഒന്ന് വൈബ്രേറ്റ് ചെയ്തു, ഒന്ന് കുലുങ്ങിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉഹദ് മലയോട് പറയുന്നുണ്ട്, ഉഹദേ അടങ്ങ്, നിന്റെ വിരിമാറിൽ നിൽക്കുന്നത് ഒരു നബിയും 2 രക്തസാക്ഷികളുമാണ്. ശാന്തമായി ഒഴുകുന്ന മദീന നിലനിൽക്കുന്ന കാലത്താണ് പ്രവാചകൻ ഇത് പറയുന്നത്. നിന്റെ മുതുകിൽ കയറി നിൽക്കുന്നത് ഒരു പ്രവാചകനും 2 രക്തസാക്ഷികളുമാണ്. ചരിത്രം എന്താ പറഞ്ഞത്? മിഹ്റാബിൽ ഇമാമെന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ജൂതന്റെ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ അബൂ ലുഅ്ലുഅത്ത് വന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു കുത്തി മലർത്തി. അദ്ദേഹം മരിച്ചു വീണു അല്ലേ? ആ കിടന്ന കിടത്തത്തിൽ അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, നമുക്കൊക്കെ പാഠാണ്, സാന്ദർഭികമായിട്ട് ഞാൻ പറയാണ്. ആ കിടന്ന കിടത്തത്തിൽ അദ്ദേഹത്തെ വാരിയെടുക്കാൻ ചെല്ലുന്ന ആളെ വസ്ത്രം നെരിയാണിന്റെ താഴെ പോയപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, പൊക്ക്, മുസ്ലിമിന്റെ വസ്ത്രം അല്ലത്. അത് വസ്ത്രം എന്തോ ഒരു സെന്റിമീറ്ററാണ് താഴത്തേക്ക് പോയാൽ അങ്ങനെ പിടിച്ച് നരകത്ത് കൂടോ എന്നൊക്കെ ചിന്തിക്കും നമ്മൾ. പക്ഷെ അബൂ ലുഅ്ലുഅത്തിന്റെ കഠാരയിലെ കുത്തേറ്റ് പിടയുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വാരിയെടുക്കാൻ വേണ്ടി ചെല്ലുന്ന ആളുകളോട് അദ്ദേഹം പറയുന്ന കാര്യം 2, അവരെ മുന്നിലുള്ളത് പരിമിതമായ മെഡിക്കൽ സംവിധാനങ്ങളൊക്കെയാണ്. ആ സംവിധാനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ വീട്ടിലാക്കി തരട്ടെ, നിസ്കാരത്തിന്റെ നേരെയില്ലേ, കഴിഞ്ഞിട്ട് പോകാം ജമാഅത്തെ. മനസ്സിലായില്ലേ? അവരൊക്കെ സഞ്ചരിച്ചു വന്ന ആ വഴിയാണ് സലഫുകളുടെ വഴി എന്ന് പറയുന്നത്. മുൻഗാമികളുടെ വഴി എന്ന് പറഞ്ഞാൽ അതാണ്. അത് സൗദി അറേബ്യയിൽ നിന്ന് ആരെങ്കിലും അടിച്ചിറക്കിയൊന്നല്ല. മുൻഗാമികളുടെ വഴി എന്ന് പറഞ്ഞാൽ അവര് സഞ്ചരിച്ചു വന്ന വഴി. അതിനെയാണ് സലഫ് സ്വാലിഹീങ്ങളുടെ വഴി എന്ന് പറയുന്നത്. അതിനെയാണ് അഹ്ലുസുന്ന എന്ന് പറയുന്നത്. അല്ലാതെ അഹ്ലുസുന്ന ഒരു പ്രത്യേക ഡ്രസ് കോഡും ഏതെങ്കിലും ഒരു സംഘടനയുടെ ലേബലിലേക്ക് നിന്നാൽ, ഇവിടെയുള്ള ഏത് സംഘടന ലേബലിലേക്ക് നിന്നാലും ആവൂല. ആ നിൽക്കണ വ്യക്തി എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ജീവിക്കണം, അപ്പോഴേ ആവുള്ളൂ, അല്ലാതെ ആവൂല. അപ്പം ആ നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രവാചകത്വത്തിന്റെ രേഖയാണിത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എങ്ങനെ വഫാത്തായത്? വിപ്ലവകാരികൾ അവരദ്ദേഹത്തെ വളഞ്ഞു വെച്ചു, വീടിന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. ഒരു പട്ടിണിക്കാലത്ത്, വെള്ളം കിട്ടാത്ത കാലത്ത് താൻ വാങ്ങിക്കൊടുത്ത ബിഅർ മഊനയിലെ ഒരിറ്റു വെള്ളം മരിക്കും മുമ്പ് ചോദിച്ചപ്പോ കൊടുത്തില്ല. ഓതിക്കൊണ്ടിരുന്ന ഖുർആനിലേക്ക് അദ്ദേഹത്തിന്റെ രക്തം ചിന്തി വീണു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം വായിക്കുന്നിടത്ത് അബദ്ധം പറ്റിയ കുറെ ആളുകളുണ്ട്. അദ്ദേഹത്തോട് മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ വായിക്കുന്നിടത്ത് മഹാബദ്ധങ്ങൾ പറ്റിയവരുണ്ട്. അദ്ദേഹം ദാഷ്ട്യതയുള്ള ആളായിരുന്നു, ഏകഛത്രാധിപതിയായിരുന്നു, അദ്ദേഹം മദ്യപാനിയായിരുന്നു എന്നൊക്കെ എഴുതി വെച്ച മലയാളത്തിൽ പുസ്തകം എഴുതി വെച്ച പ്രിന്ററുകളുണ്ട്. നമ്മൾ വളരെ ബഹുമാനപൂർവ്വം കാണുന്ന പ്രിന്ററുകളുണ്ട്. അള്ളാഹുവിനോടും റസൂലിനോടും ദീനിനോടും മാത്രം കൂറുള്ളതുകൊണ്ട് ഞാൻ പറയാം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ജീവിക്കുന്ന കാലത്ത് ഉസ്തൂലേറി ഒരു സംഘം പോകും, ഒരു സംഘം ആളുകൾ ഉസ്തൂലേറി പോകും, അഥവാ നാവിക സംഘം പോകും ഇവിടുന്ന്. അതിന്റെ നായകൻ സ്വർഗത്തിലായിരിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യം പോയ നാവിക സംഘത്തിന്റെ നായകൻ മുആവിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നമ്മൾ ഓർക്കണം. അപ്പൊ അത് കേൾക്കുന്ന ഒരു സ്വഹാബി വനിത പറയുന്നുണ്ട്, നബിയെ എനിക്കും അതിൽ പോണം, നീ അതിലുണ്ടാവും. അവരും അതിലുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പ്രവാചകത്വത്തിന്റെ തെളിവുകളാണ് അല്ലെ? ഒരു മഹാ തീപിടുത്തം ഉണ്ടാകുന്ന ദിനത്തെ പറ്റി പറയുന്നുണ്ട്. ഷാമിൽ ഒരു മഹാ തീപിടുത്തം ഉണ്ടാകും. ബുസ്രയിലെ ഒട്ടകത്തിന്റെ മുഖത്തു വന്നതിന്റെ തീക്കണലുകൾ പതിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അബൂശാമ ഉദ്ധരിക്കുകയാണ്, നേരിൽ കണ്ട കാഴ്ച. ഇതൊക്കെ നമ്മളെ റസൂലുള്ള ലോകത്തിന്റെ പ്രവാചകനാന്നുള്ളതിന്റെ രേഖയാണ്. പുതിയ കാലത്താണെങ്കിൽ, നമ്മൾ ജീവിക്കുന്ന കാലത്താണെങ്കിൽ, സയൻസ് ലാബിൽ നിന്നുള്ളതാണെങ്കിൽ അത് വേറുണ്ട്. വെള്ളത്തിൽ ഈച്ച വീണാൽ ഈച്ചയുടെ മറ്റേ ചിറകും മുക്കണം എന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ യുക്തിവാദത്തെയും നിരീശ്വരവാദത്തെയും എതിർക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ച്, എന്നാൽ ഈ ഹദീസിന്റെ മുമ്പിൽ ഉത്തരം കിട്ടാതെ ഇതിനെ നിഷേധിച്ചവരും ഒക്കെ ഉണ്ട്. ഹദീസിനെ നിഷേധിക്കണം എഴുതിയിട്ടല്ല, റസൂലാനെ സംരക്ഷിക്കണം എഴുതിയിട്ടായിരിക്കും നിഷേധിച്ച്. പക്ഷെ അങ്ങനെ റസൂലാനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ല. നമ്മൾ പഠിച്ചെത്തുമ്പോ അവസാനം എന്താ സംഭവിച്ചത്? ഫ്ലൈ ആൻഡ് ഹദീസ് എന്ന് വെറുതെ നിങ്ങൾ സെർച്ച് എടുത്ത് നോക്ക്, നിങ്ങൾക്ക് ക്യാമറ വ്യൂ ഒക്കെ കാണാം. ഈച്ച വീണ വെള്ളം, വീഴാത്ത വെള്ളം, വീണതിന് ശേഷം മറ്റേ ചെറുകിയ മുക്കിയ വെള്ളം ഒക്കെ അതിന്റെ അണുക്കളെ മുക്തമാക്കുന്നതിന്റെ ഒക്കെ ചിത്രങ്ങൾ. വീണ വെള്ളത്തിൽ അണുക്കളുണ്ട്,
മറ്റേ ചിറക് മുക്കുമ്പോൾ വീണ്ടും മുക്കുമ്പോൾ അണുമുക്തമാകുന്നതൊക്കെ അതിന്റെ കറക്റ്റ് ഫോട്ടോ സഹിതം ഇന്ന് നിങ്ങൾക്ക് ആർക്കും ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പോ ഇതൊക്കെ ഗൂഗിൾ ചെയ്ത് കിട്ടുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും സയന്റിസ്റ്റ് തെളിയിക്കുമ്പോ മാഷാ അല്ലാ എന്ന് പറയാ, അല്ലാത്തുമ്പോ അതെങ്ങനെ ഉൾക്കൊള്ളാൻ മനസ്സിലൊരു അസ്വസ്ഥത. അവിടെയാണ് വിശ്വാസത്തിന് പുഴുക്കുത്തുള്ളത്. അവിടെയാണ് പ്രവാചക സ്നേഹം യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിലെ പ്രവാചക സ്നേഹം നമ്മൾ ആത്മപരിശോധനക്കും വിമർശനങ്ങൾക്കും യഥാർത്ഥത്തിൽ വിധേയമാക്കേണ്ടത്. രണ്ടാമത്തെ വഴി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പ്രവാചക തിരുമേനിയോട് വന്നിട്ട് ഒരു അനസ്റുല്ലാഹ് ചോദിക്കുന്നുണ്ട്. അനസ്റുല്ലാഹ് പറയുന്നത്, ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, അന്ന റജുലൻ സഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിസാ, അന്ത്യദിനത്തെ കുറിച്ച് പ്രവാചകനോട് ചോദിച്ചു. മത്തസാ എന്ന് ചോദിച്ചു. എപ്പോഴാണ് നബി അന്ത്യദിനം എന്ന് ചോദിച്ചു ഒരു സ്വഹാബി വന്നിട്ട്. പ്രവാചകന് അന്ത്യദിനം ഇന്ന സമയത്താന്നല്ല പറഞ്ഞത്. ഒമാ അഅദത്തലഹ, നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചത്? അന്ത്യദിനം എപ്പോഴോ ആകട്ടെ, അന്ത്യദിനം വന്ന് അതിനു വേണ്ടി നീ ഒരുക്കി വെച്ചത് എന്താന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാ, ഞാനൊന്നും പ്രത്യേകിച്ച് ഒരുക്കിയിട്ടില്ല നബിയെ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടം, അള്ളാഹുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത ഉത്തരം എന്താ അറിയോ? അൻത മഅമൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടവരുടെ കൂടെയാണ്. അതിന്റെ അർത്ഥം എന്താ? ഒരാൾ നിസ്കാരം നോമ്പൊന്നും ഇല്ലാതെ നടന്നാലേക്ക് നബിനെ മാത്രം സ്നേഹിച്ച സ്വർഗം കിട്ടുന്നല്ല. നബിനെ സ്നേഹിക്കണിന്റെ ഭാഗമാണ് നബിനെ അനുസരിക്കല്. നബിനെ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല, നോമ്പ് വിൽക്കാതിരിക്കാൻ പറ്റൂല, അയാൾക്ക് ദിക്റും ദുആ ഇല്ലാതിരിക്കാൻ പറ്റൂല, അയാൾക്ക് പലിശക്ക് എടുക്കുന്ന പരിപാടി അയാൾ എടുത്തുണ്ടാവില്ല, യതീമീങ്ങളുടെ ധനം അയാൾ വെട്ടിപ്പിടിക്കൂല, അതിർത്തി അയാൾ തുറക്കൂല, അയാൾ അനാവശ്യ സംസാരം നടത്തൂല, അയാൾ ഗൂഢാലോചനയിൽ പങ്കെടുക്കൂല. അതൊന്നും പ്രവാചകനെ റസൂലിനെ അനുസരിക്കുന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. അപ്പോ രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്. ഇനി മൂന്നാമത്തത് ഇസ്ലാമിന്റെ റുക്നുകളെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താണ്? ഒരു മനുഷ്യൻ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ് ഷഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അള്ളാഹു മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നു എന്നല്ല. അള്ളാഹു ആണ്, പിന്നെ അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നു അല്ല, അള്ളാഹു ആണ് യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹൻ എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹൻ അള്ളാഹു ആണെന്നാണ്. ഇനി അന്നക റസൂലുള്ളാഹ്, അങ്ങാണ് അള്ളാഹുവിന്റെ ദൂതൻ. വസല്ലൈതുൽ ഖംസ, 5 വക്ത് ഞാൻ നിസ്കരിക്കും. വഅദ്ദൈതു സകാത മാലി, എന്റെ സക്കാത്തിന്റെ കാര്യങ്ങൾ ഞാൻ നിർവഹിക്കും. സുംതു ശഹ്റ റമളാൻ, ഞാൻ റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റ് ജീവിക്കും. അപ്പോ എനിക്ക് ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറയാണ്, മൻ മാത അലാ ഹാദാ, ഇങ്ങനെ ആരെങ്കിലും ജീവിച്ച് മരിച്ചാൽ, കാന മഅൻ നബിയ്യിന വസ്സുദ്ദീഖീന വശുഹദാഇ യൗമൽ ഖിയാമത്തി ഹാകദാ, അയാൾ നബിമാരുടെയും സുദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെ ഉണ്ടാകും സ്വർഗത്തിൽ. എങ്ങനെ? ഹാകദ, പ്രവാചകൻ ഇങ്ങനെ വിരല് ചേർത്ത് പിടിച്ചു. അപ്പോ പ്രവാചകന്റെ കൂടെ എത്താനുള്ള മറ്റൊരു വഴി ഈ കാര്യങ്ങളൊക്കെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100% ക്ലിയർ ആകുക, ശിർക്കിന്റെ അംശങ്ങൾ ഇല്ലാതിരിക്കുക, നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, നോമ്പ് കൃത്യമായി നിർവഹിക്കുക, സക്കാത്ത് കൃത്യമായി കൊടുക്കുക, അല്ലെ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. അത് കൃത്യതപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു വ്യക്തി ചെയ്യേണ്ടത്. നാലാമത്തെ കാര്യം സുജൂദ് വർദ്ധിപ്പിക്കലാണ്. പ്രവാചകന്റെ അടുത്ത് റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി വരികയാണ്. പ്രവാചകനുള്ള ഒളൂഇന്റെ വെള്ളം കൊണ്ട് ഞാൻ അവിടെ എത്തി. എന്നിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞു, സൽ, ഒളൂ എടുക്കാനുള്ള വെള്ളം കൊണ്ട് എടുത്ത് പ്രവാചകൻ സൽ ചോദിച്ചോ എന്ന് പറഞ്ഞു. അപ്പോ പ്രവാചകനോട് അദ്ദേഹം ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിങ്ങളുടെ സാമീപ്യം ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. ഈ ഹദീസ് പൊതുവെ ദുർവ്യാഖ്യാനത്തിന് വിധേയമാക്കുന്ന ഒരു ഹദീസാണ്, സാന്ദർഭികമായിട്ട് പറയാണ്. ഇപ്പൊ പ്രവാചകന്റെ കഴിവിൽപ്പെട്ടതല്ലല്ലോ ഒരാൾക്ക് സ്വർഗം കൊടുക്കല്. ഇപ്പൊ നബിയോട് സ്വർഗം ചോദിച്ചില്ലേ എന്ന് പറയും. നബി ചോദിക്കാനും പറഞ്ഞു. നബി അപ്പൊ ഈ ഹദീസിന്റെ വിശദാംശങ്ങളിൽ നമ്മൾ ഈ സ്വഹാബി ചോദിച്ചത് ഇങ്ങനെയാണ് കാണുക. എങ്ങനെ? നിങ്ങൾ എന്നെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞ? ഞാൻ പ്രാർത്ഥിച്ചോളാം, ഒക്കെ റെഡിയാണ് എന്നല്ല, ഒരു ക്ലോസും കൂടിയും പ്രവാചകൻ പറയണം. നീ സുജൂദുകൾ ധാരാളം വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിച്ച നീ എന്നെ സഹായിക്കണം, അപ്പൊ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അപ്പൊ നിനക്ക് സ്വർഗം കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ സുജൂദുകൾ ധാരാളം നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടും. അപ്പൊ നമ്മൾ പള്ളി കയറുമ്പോൾ 2 റക്അത്ത്, സുബൈന് മുമ്പ് 2 റക്അത്ത്, അല്ലേ? അങ്ങനെ ളുഹറിന്റെ മുമ്പുള്ളത്, അസറിന്റെ മുമ്പുള്ളത്, മാക്സിമം നമുക്ക് എന്തോ ഒരു സന്തോഷം വന്നു, കുട്ടീന്റെ റിസൾട്ട് വന്നു, ഫുൾ A+, 2 റക്അത്ത് നിസ്കരിച്ചു, ശുക്രിന്റെ സുജൂദാണത്. അല്ലെങ്കിൽ
ബിസിനസ്സിൽ നല്ലോണം ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കുന്ന ഒരു ദിവസം നല്ലൊരു ലാഭം കിട്ടി, കച്ചവടമൊക്കെ ഒന്ന് ഉഷാറായി. അപ്പോൾ നേരെ ചെന്ന് കുളിച്ച് വൃത്തിയായി കിടക്കണതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ച് പഠിച്ചോനെ ശുക്ർ ചെയ്തു അല്ലേ. അപ്പൊ ശുക്ർ, ഇങ്ങനെ നമുക്ക് സുജൂദ് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രേരണ യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസ് തരുന്നുണ്ട്. ഇനി 5ാമത്തെ കാര്യം നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്തറുഹും അലയ്യ സ്വലാത്തൻ. എന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാണ്. ഇതൊക്കെ അസലിലുള്ളതാ. പക്ഷെ നമ്മൾ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഈ അസലണ്ട് എടുത്തിട്ട് പിന്നെ തോന്നിയ പോലെ ഒക്കെ ചെയ്യും. എന്താ, പിന്നെ ഇതിനൊരു പ്രത്യേക രൂപം ഉണ്ടാക്കും, എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് കൂടും, ഒരാൾ ഉറക്കനെ ചൊല്ലിക്കൊടുക്കും, ബാക്കിയുള്ള അങ്ങനെ റസൂലുള്ളാഹ് പഠിപ്പിച്ചാലേ പറ്റുള്ളൂ. മുമ്പ് നമ്മൾ വളരെ വിശദമായി തന്നെ 2 ഖുത്ബകളിലൂടെ നല്ലതല്ലേ പുണ്യകർമ്മമല്ലേ എന്ന നിലക്കൊരു കാര്യം ചെയ്യാമോ എന്ന വിഷയം ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് നമ്മൾ ഉദ്ധരിച്ച ഒരു സംഭവമാണ്, മഹാനായ അബൂ മൂസ അശ്അരി കൂഫയിലെ പള്ളിയിൽ ചെല്ലുമ്പോൾ ആളുകൾ ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നിട്ട് തസ്ബീഹും തഹ്ലീലൊക്കെ ചൊല്ലുക. 100 വട്ടം തഹ്ലീല് ചൊല്ലു, 100 വട്ടം അല്ലാഹു അക്ബർ ചൊല്ലു, 100 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലു എന്നൊക്കെ പറയാണ്. അപ്പൊ എല്ലാവരും ഏറ്റു ചൊല്ലുകയാണ്. അദ്ദേഹം അവിടെ പോയി ഇരുന്നില്ല. അദ്ദേഹം പ്രവാചകന്റെ കൂടെ ജീവിച്ച ഇബ്നു മസ്ഊദ് വീട്ടിൽ പോവുകയാണ്. എന്നിട്ട് അബൂ അബ്ദുറഹ്മാൻ എവിടെയെന്ന് ചോദിച്ചു. അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മോനാണ്. അറബികൾ വിളിക്കുന്ന ഒരു ശൈലിയാണ് അബൂ അബ്ദുറഹ്മാൻ എവിടെയെന്ന് ചോദിച്ചു. കുഞ്ഞത്താണ് അദ്ദേഹത്തിന്റെ സർനെയിം, നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അപ്പോ നേരെ ചെന്ന് അദ്ദേഹത്തോട് ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്താ അറിയോ, നിനക്ക് അവരുടെ തിന്മ എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിനെ പറ്റി, അല്ലാഹു അക്ബർ ചൊല്ലുന്നതിനെ പറ്റിയാണ് ഈ പറയുന്നത്. അദ്ദേഹം വന്നിട്ട് നേരെ അവരോട് ഫയർ ചെയ്യാണ്, ദേഷ്യം പിടിക്കാണ്. ഈ പള്ളി പൊളിക്കാനാണ് എനിക്കിഷ്ടം, ഇതുപോലത്തെ ഒരു കർമ്മം നടന്ന ഈ പള്ളി പൊളിക്കാനാണ് എനിക്കിഷ്ടം. നമ്മുടെ നാട്ടിൽ അദ്ദേഹം വന്ന് ഏതൊക്കെ പള്ളി പൊളിക്കേണ്ടി വരും? എന്നിട്ട് അദ്ദേഹം പറയാ, പ്രവാചകന്റെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, പ്രവാചകൻ ഭക്ഷണം കഴിച്ച പാത്രം ഇപ്പോഴും ഉണ്ട്, വസ്ത്രം നുരുമ്പിപ്പോയിട്ടില്ല, പ്രവാചകന്റെ സ്വഹാബത്ത് വഫാത്തായി തീർന്നിട്ടില്ല, അതിന്റെ മുമ്പ് പുതിയ പരിപാടികൾ ഇവിടെ തുടങ്ങിയോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അവര് പറഞ്ഞു, മാറദിന ഇല്ലൽ ഖൈറ അബൂ അബ്ദുറഹ്മാൻ, ഞങ്ങൾ ഖൈർ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം എന്താ അറിയോ, എത്ര ആളുകളുണ്ട് ഖൈർ ഉദ്ദേശിച്ചിട്ട് ഷർറ് ചെയ്യുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. നോക്കൂ, നിങ്ങളെ സ്വലാത്ത് ഹക്കാണ്, ഇസ്ലാമിലുള്ളതാണ്. വ്യാഴാഴ്ചക്ക് പ്രത്യേകത ഉണ്ട്. അപ്പോ നമ്മൾ ഒറ്റക്ക് മാക്സിമം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നുള്ള ഇബ്രാഹിമിയ സ്വലാത്താണ് ചെല്ലേണ്ടത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലിയിരിക്കലല്ല. അത് കൂട്ടായിട്ട് ചെല്ലുക, എന്നിട്ട് പിന്നെ ഒരു പ്രത്യേക ഫുഡ് പരിപാടി ഉണ്ടാക്കുക, ഇതൊന്നും ഇസ്ലാം നമ്മളോട് നിർദ്ദേശിച്ച കാര്യമല്ല. അപ്പോ 5 വഴികൾ യഥാർത്ഥത്തിൽ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ വഴികൾ ജീവിതമാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകനെ സ്നേഹിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല. പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ള കാര്യത്തിൽ ഉത്തമ തലമുറക്ക് തർക്കം ഉണ്ടായിട്ടില്ല. പിന്നീട് പിൽക്കാലത്ത് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റബീഉൽ അവ്വൽ മാസത്തിലെ പ്രത്യേക അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമാണെന്നുള്ളൊരു അവസ്ഥയ്ക്ക് സമുദായം എത്തി. ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് പ്രമാണം? ഖുറാനിലാണ്. ഖുറാനിൽ എവിടെയെങ്കിലും റബീഉൽ അവ്വലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഖുറാനിൽ മഹത്വമുള്ള 4ഉം പിന്നെ 1ഉം 5 മാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഖുറാനിൽ മഹത്വമുള്ള 4 മാസങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മാസങ്ങളുടെ പേരല്ല പറഞ്ഞത്. ആ മാസങ്ങളുടെ പേര് ഹദീസിലാണ് വന്നത്. ദുൽഹിജ്ജ, മുഹറം, റജബ്, ദുൽഖഅദ, ഈ 4 മാസം. പിന്നെ റമദാൻ മാസം. അവിടെ റബീഉൽ അവ്വൽ ഇല്ല. റബീഉൽ അവ്വലിന്റെ മഹത്വങ്ങൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു അധ്യായം, ഏതെങ്കിലും ലക്ഷക്കണക്കിന് ഹദീസുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെയില്ല. പിന്നെ ഇത് എവിടുന്ന് വന്നു? ഇത് ഷിയാക്കൾ ഉണ്ടാക്കി ആചരിച്ചു തുടങ്ങിയ ഒരു പരിപാടിയാണ്, പിൽക്കാലത്ത് വന്നതാണ്. അതിനെ ബിദ്അത്ത് എന്ന് വിളിക്കും. ബിദ്അത്ത് ചെയ്യുന്ന ഒരു വ്യക്തിക്കുള്ള നഷ്ടം എന്താ? കുറേ നഷ്ടമുണ്ട്. അതിൽ ഒന്ന് മാത്രം ഞാൻ പറയാം. ഒരു വ്യക്തി ബിദ്അത്ത് ചെയ്യുക വഴി അയാൾക്ക് ഹൗദുൽ കൗസറിലെ വെള്ളം നഷ്ടപ്പെടും. ചെറിയ കാര്യങ്ങളല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറഞ്ഞോട്ടെ എന്നൊക്കെ നമ്മൾ പറയും. അള്ളാഹുവിന്റെ ദീനിൽ ഇപ്പൊ നമ്മൾ 4 റക്അത്ത്, നമുക്ക് ളുഹറിന്റെ സമയത്ത് നമ്മൾ 4 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്. സുബഹിന്റെ സമയത്ത് 2 ഉള്ളൂ. നമ്മൾ ആരെങ്കിലും നല്ല ഫ്രഷ് ആയ ഒരു ടൈമാണ്, ഞാൻ കുളിച്ച് ഫ്രഷ് ആയി വന്നതാണ്, ഇന്ന് 4 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് തീരുമാനിക്കുമോ? ഇല്ല. എന്താ തീരുമാനിക്കാത്തത്? 2 ഉള്ളൂ ഇസ്ലാം പഠിപ്പിച്ചത്. അതേപോലെയാണ് എല്ലാ കാര്യവും. എന്താണോ പഠിപ്പിച്ചത് അതേ നിർവഹിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മഹാപണ്ഡിതന്മാര്, ഷെയ്ഖ് താജുദ്ദീൻ ഉമർ ബിൻ അലി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം
ഫാക്കിഹാനി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ അദ്ദേഹം പറയാണ്, ലാ അലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന. കിതാബിലോ സുന്നത്തിലോ മൗലിദ് ആഘോഷിക്കുക എന്നുള്ള ഈ പരിപാടിക്ക് ഒരു അസ്ലും ഞാൻ കാണുന്നില്ല. വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ. വലാ യുൻഖൽ അമലുഹു, ആ ഒരു പ്രത്യേകമായ ഒരു രീതി ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല ഉമ്മത്തിലെ ഒരു മുൻഗാമിയായ പണ്ഡിതനിൽ നിന്നും. അല്ലദീന ലഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ, അവർ ദീനിൽ മാതൃകയായി അവലംബിക്കപ്പെടുന്ന വ്യക്തികളാണ്. അൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ, അവർ മുൻഗാമികളുടെ എല്ലാ ചര്യകളെയും മുറുകെ പിടിച്ചവരാണ്. ബൽ ഹുവ ബിദ്അത്തുൻ അഹദസഹൽ ബത്താലൂൻ വശഹവതു നഫ്സിൻ ഇഅ്തനാ ബിഹൽ അക്കാലൂൻ. അത് ബിദ്അത്താണ്, പൊതുനിർവൃതിയാണ്. അത് ഉണ്ടാക്കിയത് തന്നിഷ്ടക്കാരാണ്. 430 സലാത്ത് നമ്മൾ ചൊല്ലുക, ഇനി മുതൽ നമ്മളൊരു 10 തസ്ബീഹ് ചൊല്ലുക, അല്ലേ? ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ അനുഭവം, ഒരു വീട്ടിലൊരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി ആ വീട്ടിലുള്ള ഒരാളെ കുർസാനെ കൊണ്ടുവന്നു. മൂപ്പര് ഈ റൂമിന്റെ ഒക്കെ നീളം വീതിയും കൂടുതലാണ്, അതാണ് നിങ്ങളെ പ്രശ്നം എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ഇതിന്റെ നീളം വീതിയും കുറക്കുക? ഈ ചുമരിന്റെ അതേ വണ്ണമുള്ളൊരു ചുമര് കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യന്മാരെ സ്വീപ്പാക്കണ പോലെ. ഇപ്പൊ വെച്ച ചുമരില്ലേ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചുമര് പുതിയത് കെട്ടാൻ. ഇയാൾക്കിത് എവിടുന്ന കിട്ടിയേ? ഇതിന്റെ അസൽ എന്താ? സാധുക്കളായ മനുഷ്യന്മാരെ അവരില്ലാത്ത പൈസ കൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ നേരെ അതെന്താന്ന് വെച്ചു, അത് അടുക്കളയുണ്ടാ, അതാണ് പൊളിച്ചളിയാ. ഇവർ കിട്ടാളെവിടെ ഇവർ പോയി. അത് കഴിഞ്ഞപ്പോ ആ കുടുംബത്തിൽ കുറച്ചൊരു വെളിച്ചുള്ളൊരു മനുഷ്യനാണ് വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണത്. അപ്പോ അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരാൾ പറഞ്ഞു, ഇനി ഇതിന്റെ പേരിൽ എന്ത് നഷ്ടമാണ് ഒക്കെ ഞാൻ വകവെച്ചേരാം, നിങ്ങൾ ഈ പണി ചെയ്യല്ലേ, അതിന്റെ എല്ലാ നഷ്ടവും ഞാൻ വകവെച്ചേരാം. സഹോദരന്മാരെ, ഇതാണ് ബത്താല് പറഞ്ഞാല്. ബത്താല് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ തോന്നിയ മാതിരിയാണ് പറയാ ഓരോന്ന്. അങ്ങനത്തെ ആൾക്കാരാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ വഅതനാബിഹൽ അക്കാലൂൻ, അതിന് തെളിവ് ഉദ്ധരിച്ചും അത് ന്യായീകരിച്ചൊക്കെ പോകുന്നത് തീറ്റക്കൊതിയന്മാരാണ്. ഞാൻ ഫാക്കിഹാനി ഉദ്ധരിച്ചൊരു കോട്ടിങ് വായിച്ചതാണ്. ആർക്കെങ്കിലും കോളുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല, ഫാക്കിഹാനിയാണ് അത് പറഞ്ഞത്. ഇനി കേട്ടോളി. ഇബ്നുൽ ഹാജ് റഹിമഹുല്ല പറയാ, ഫസ്ലുൻ ഫിൽ മൗലിദ്, മൗലിദ് ആഘോഷത്തെ കുറിച്ചുള്ള അധ്യായത്തിൽ പറയാം, വമിൻ ജുംലതി മാ അഹദസൂഹു മിനൽ ബിദ്അ, അവർ ഒരുപാട് ബിദ്അത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മഅതിഖാദിഹിം അന്ന ദാലിക മിൻ അക്ബറിൽ ഇബാദാതി, വലിയ ആരാധനയാണെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയത്. വലഹറു ശആയിർ, വലിയ ഇസ്ലാമിന്റെ ചിഹ്നാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയത്. മയഫ്അലൂനഹു ഫി ശഹരി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം. മിനൽ മൗലിദ് വഖദ് ഇഹ്തവ അല ബിദ്അൻ മിനൽ മുഹറമാത്ത്, എന്താ ഒരുപാട് ഹറാമുകൾ തന്നെ ഉൾക്കൊള്ളുന്ന മൗലിദ് ആഘോഷ പരിപാടി ഈ ഗണത്തിൽപ്പെട്ടതാണ്. മിനൽ മൗലിദി വഖദ് ഇഹ്തവ അല ബിദ്അൻ വ മുഹറമാത്ത്, എന്താ ധാരാളം ഹറാമുകളും ബിദ്അത്തുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഇത്തരം ഒരു കാര്യം. അപ്പൊ അതിനെ അദ്ദേഹവും ബിദ്അത്ത് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇത് സുന്നത്താണ്, ഇത് പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഒരു ഇമാമിനെ ഉദ്ധരിക്കട്ടെ, ഇമാം ഷാഫിഈനെ ഉദ്ധരിക്കട്ടെ, ഇമാം അബൂ ഹനീഫനെ ഉദ്ധരിക്കട്ടെ, ഇമാം മാലിക്കിനെ ഉദ്ധരിക്കട്ടെ. പിൽക്കാലത്ത് ഇത് ഉണ്ടാക്കപ്പെട്ടതിന് ശേഷം വന്ന ചില വ്യക്തികൾ അവർ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അവര് പോലും ഇത് സുന്നത്താണെന്നല്ല, ഇത് നല്ല ബിദ്അത്താണെന്ന് പറഞ്ഞത്. നല്ല ബിദ്അത്താണ്. ബിദ്അത്തിനെ രണ്ടാക്കിയിട്ട് അത് നല്ല ബിദ്അത്ത് എന്ന് പറയാനേ അവർക്ക് പോലും പറ്റിയിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ, ഇമാം അബൂ അംർ ഇബ്നു അലാ റഹിമഹുല്ലാഹ് പറയാണ്, ലാ യസാലു നാസി ബിഖൈർ മാ തഅജ്ജബ മിനൽ അജബ് ഹാദാ മഅന്ന ശഹറ അല്ലദീ വലിദ ഫീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ റബീഉൽ അവ്വൽ ഹുവ ബിഐനിഹി അശ്ശഹറു അല്ലദീ തൂഫിയ ഫീഹി. ജനങ്ങളൊക്കെ ഖൈറായ കോലത്തിൽ തന്നെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പറയാം, വല്ലാത്ത അത്ഭുതമാണ്. എന്താ അത്ഭുതം? പ്രവാചകൻ ജനിച്ചു എന്ന് പറഞ്ഞ് ഇവർ ആഘോഷിക്കണേ ഇതേ മാസത്തിലല്ലേ പ്രവാചകൻ മരിച്ചതും. ഫലൈസൽ ഫർഹു ബിഔലാ മിനൽ ഹുസ്ൻ, ഒരിക്കലും ദുഃഖത്തെ സന്തോഷം മറികടക്കൂല. ദുഃഖത്തെക്കാളും മുന്തിക്കേണ്ടത് സന്തോഷത്തെ അല്ല. ജനിച്ച സന്തോഷമുള്ള അതേ മാസത്തിൽ തന്നെ മരിച്ച ദുഃഖമുണ്ട്. അതുകൊണ്ട് ആ ദുഃഖത്തെയാണ് അവിടെ പരിഗണിക്കേണ്ടത്. വഹാദാ മാ അലൈനാ അൻ നഖൂൽ, ഇതാണ് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ, വമിൻ അല്ലാഹി തആല നർജു ഹുസ്നുൽ ഖബൂൽ, ഇതൊക്കെ എല്ലാം അല്ലാഹു ആണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വിഷയം ക്ലോസ് ചെയ്യാണ്. ഇനി അല്ലാമ അബു അബ്ദുല്ലാ മുഹമ്മദുൽ മുഹദ്ദാർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ പറയാണ്, ലൈലത്തുൽ മൗലിദ് ലം യകുനു സലഫ് സ്വാലിഹ് യജ്തമിഊന ഫീഹാ ലിൽഇബാദതി വല യഫ്അലൂന ഫീഹാ സിയാദതൻ അലാ സായിരി ലയാലിസ് സന. ലൈലത്തുൽ മൗലിദ്, നബിദിനാഘോഷത്തിന്റെ രാവ് എന്ന് പറയുന്ന രാവ്, ലം യകുനു സലഫ് സ്വാലിഹ് യജ്തമിഊന ഫീഹാ, അവര് സലഫ് സ്വാലിഹീങ്ങളൊന്നും അന്ന് പ്രത്യേകം ഒരുമിച്ച് കൂടിയിട്ടില്ല. വലാ യഫ്അലൂന ഫീഹാ സിയാദതൻ അലാ സായിരി ലയാലിസ് സന, വർഷത്തിലെ മറ്റു രാത്രികളെക്കാളും പ്രത്യേകിച്ച് ഒന്നും അവർ ചെയ്തിട്ടില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്ന നബിയ
ലാ യുഅല്ലം ഇല്ലാ ബിൽ വജ്ഹി അല്ലദീ ശറഅ ബിഹി തഅലീമുഹു. പ്രവാചകനെ ബഹുമാനിക്കേണ്ടത് ശറഇൽ എങ്ങനെയാണോ ബഹുമാനിക്കാൻ പറഞ്ഞത് അങ്ങനെയാണ്. നമുക്ക് തോന്നിയ മാതിരി അല്ല. പ്രവാചകനെ ബഹുമാനിക്കാനുള്ള 5 വഴിയപ്പം പറഞ്ഞത്, കൂടെ എത്താനുള്ള വഴിയാ പറഞ്ഞത്. അങ്ങനെ 5 ഞാൻ എണ്ണിയത്, ഇതേപോലെ ധാരാളം കാര്യങ്ങൾ എണ്ണപ്പെട്ടതുണ്ട്. അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാര്, ഞാൻ ഏകദേശം ഇവിടെ കോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് 23 പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. 23 പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണില്ല. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങളെ ശരിക്കും പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുക. നാട്ടുകാരെന്ത് വിചാരിക്കും, ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ള അസ്വസ്ഥത ആവശ്യമില്ല. നമ്മൾ പോകാതെയും കാണാതെയും ആവുമ്പോൾ മനസ്സിലാവും എന്ത് ഓന് പൈലൊന്നും ഇല്ലാന്ന്. അപ്പൊ പിന്നെ ഒരു വട്ടമൊക്കെ ചോദിക്കും, അജിപ്പ് അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഉരുളരുത്, ഞാൻ അങ്ങനെയാണ്. അവിടെ ഖത്തീബ് കുറെ തെളിവൊക്കെ പറഞ്ഞിരുന്നു. യൂട്യൂബിൽ ഉണ്ടാവും, നിങ്ങളൊന്ന് കേട്ടിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉസ്താദിനോട് ചോദിച്ചിട്ടൊന്ന് പറഞ്ഞുതരും എനിക്ക്. ഖലാസ്. എത്രയോ മുഖാമുഖങ്ങളുണ്ട് യൂട്യൂബിൽ. ഉസ്താദുമാരനെ വന്ന് നേരിട്ട് ചോദിച്ച് വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. എല്ലാ തെളിവുകളും ഒന്നിച്ച് ഇപ്പൊ യൂട്യൂബിൽ ഒരു വീഡിയോ ചാനൽ തന്നെ ഉണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ളത്. അതൊക്കെ മനസ്സിലാക്കി പോവുക, കാര്യങ്ങൾ ഉൾക്കൊള്ളുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മോമിനുകളിൽ ഉൾപ്പെടുത്തട്ടെ, മുഖ്ലിസുകൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹു അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ഇശ്റക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.